കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ഒരു കുംഭമേള നടക്കുന്ന പുണ്യഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുൻ DGP ആയ TP സെൻകുമാർ അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കുംഭമേള നഗരിയിൽ എത്തിയിരിക്കുന്നു, കാണുന്ന ഇവിടുത്തെ ഒരു ചടങ്ങുകളും? ഇത് ഞാൻ വന്നത് 250 വർഷം കഴിഞ്ഞ് തുടങ്ങുന്ന അതിലൊന്ന് പങ്കെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു ഹൈന്ദവ ഉദ്ധാരണം പോലെ നടക്കുന്ന സംഗതിയാണ്, പ്രത്യേകിച്ചും തിരുനാവായയിൽ. അതോടൊപ്പം അതിലൊക്കെ ഉപരിയായിട്ട് മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമിജിക്ക് ഞങ്ങളുടെ എല്ലാം പിന്തുണ അത് കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ഞങ്ങളെല്ലാം ഇതിൻ്റെ കൂടെയുണ്ട് എന്ന് അറിയിക്കാൻ കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറേ ചടങ്ങുകളാണ്. നീളാസ്നാനം, ഒരുപാട് ആളുകൾ എത്തുന്നു. ഈ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായിട്ട് നീള ആരതി എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്നത് കാണാൻ ഒരുപാട് വിശ്വാസികളാണ് എത്തുന്നത്. അപ്പം ഇത്തരം ചടങ്ങുകളൊക്കെ ഈ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അതേ വിപുലമായിട്ട് തന്നെ ആചരിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതൊരു വലിയ ഇതാണ്. കാരണം ഇത്രയധികം ആൾക്കാർക്ക് ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ 10-15 ദിവസം കൊണ്ട് സാധിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ഭംഗിയായിട്ട് സാധിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. എന്തായാലും സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടി അത് സാധ്യമാക്കി. മാത്രമല്ല ഈ ഭാഗത്ത് ഒരു ഹൈന്ദവ അവർ അടിയിൽപ്പെട്ട് കിടന്നവർക്ക് വലിയൊരു ഉത്തേജനമാണിത് നൽകുന്നത്. ഞങ്ങളിപ്പോൾ ഈ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പോലും വന്നത് തൊട്ടടുത്തൊരു പാലം ഭാരതപ്പുഴയുടെ മധ്യത്ത് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാർ പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടെ പോലീസിൻ്റെ അവിടെ പരിശോധന, പോലീസിൻ്റെ PWD വിഭാഗത്തിന് പരിശോധന അവിടെ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിനൊരു അനുമതി നിഷേധിച്ചത്. ഇത്രയും നമുക്കറിയാം UP-യിലൊക്കെ ഈ കുംഭമേള നടക്കുമ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പിന്തുണ, അവർ ചെറിയൊരു ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും വലിയൊരു ഫണ്ടായി തിരിച്ചു വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നികുതി ഇനത്തിൽ പോലും വലിയൊരു വരുമാനം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ശരിക്കും ഇത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കുക എന്ന് ശ്രമിച്ചാണ്. ഇപ്പം തിരുമൂർത്തി അത് മലകളിൽ നിന്നുള്ള രഥം അനുവദിക്കാത്തതുപോലെ തന്നെ കഴിയുന്നത്ര എങ്ങനെയെങ്കിലും ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് പാലം ഉണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാതെ നമ്മൾ പാലം പണിതതിന് ശേഷം അത് ഉറപ്പിച്ച്, അതായത് ഈ പാലമൊക്കെ പണിയുന്നത് ഇതേപോലെ ആലുവയിലൊക്കെ പാലം പണിഞ്ഞിരുന്ന കാലടിയിൽ പണിയുന്ന അവർ വന്നാണ് ഇവിടെ പണിയുന്നത്. അതേക്കാളൊക്കെ വളരെ ചെറിയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണിത്. അത് പെരിയാറിൽ ഇതിലും കൂടുതൽ വെള്ളവും ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കുക, പുനരാവിഷ്കരണം വരുന്നത് ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമമാണ് ചിലരുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ജനങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ സമയത്ത് ഇതിൽ വരാനും പങ്കെടുക്കാനും താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ നന്ദി കുറിക്കുന്നതാണ്. തീർച്ചയായിട്ടും രണ്ട് ഒരു തടസ്സങ്ങളാണ്. ഒന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, മറ്റൊന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രഥയാത്ര അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പുറപ്പെടാൻ കഴിയാത്ത സാഹചര്യം. ഇന്നാണ് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നാണ് രഥയാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ ഹിന്ദു സമൂഹത്തിന് കഴിയുമെന്നുള്ളത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ തിരുപ്പരംകുன்றത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ വളരെ ക്ലിയറായിട്ട് കണ്ടതല്ലേ. അവിടെ ഹൈന്ദവമായിട്ടൊന്നും പുനരുജ്ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശിയുള്ള ഒരു വിഭാഗമാണ് അവിടെയുള്ളത്. അതിന് അവിടുത്തെ ജനങ്ങൾ മറുപടി കൊടുക്കണം. ഇവിടെ ഇത് ജനങ്ങൾ തന്നെ വരുന്ന കാണിച്ചു കൊടുത്ത് ഒരു വലിയ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ. കേരളത്തിലെ ജനതയുടെ ഇടയിൽ വലിയൊരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്. പോലീസ് ഏറ്റവും അവസാന നിമിഷം വന്നിട്ടാണ് ഇത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് മാസങ്ങളായിട്ട് ഇവിടെ ഈ മണൽപ്പുറത്തൊരു 16 ഏക്കറോളം കാട് വെട്ടിത്തെളിച്ച് അവിടെ വൃത്തിയാക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ അവസാന നിമിഷം വന്ന് ചെയ്യുമ്പോൾ അത് ഒരു ആസൂത്രിതമായ നീക്കമാണ്. തീർച്ചയായിട്ടും സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ്. മാസം കടന്നു പോകും, മാഘമാസം കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ടാകും. അപ്പോൾ പിന്നെ ഇനി അടുത്ത വർഷമല്ലേ നടത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നിരിക്കണം അത്. അതിനുവേണ്ടി അതല്ലെങ്കിൽ
അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇത് എല്ലായിടത്തും ഇവർ അനുമതിക്ക് വേണ്ടി പെറ്റീഷൻസ് കൊടുത്തിരുന്നതാണല്ലോ. അപ്പം തന്നെ പറയാമായിരുന്നു ഇന്ന കാരണങ്ങൾ കൊണ്ട് അനുമതി സാധ്യമല്ല എന്ന്. അങ്ങനെ ചെയ്യാതെ അവസാനം വന്ന് ഇതുപോലെ ചെയ്യുന്നത് ഈ തടസ്സങ്ങളുണ്ടാക്കി കഴിയുന്നത് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുമല്ലോ. അതിനു വേണ്ടിയായിരിക്കണം. ഗവർണർ നേരത്തെ ധ്വജാരോഹണം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഈ പുണ്യഭൂമിയിൽ എത്താൻ കഴിഞ്ഞത് ഒരു പുണ്യമായി കരുതുന്നു, ഒരു ഈശ്വര നിശ്ചയമായി കരുതുന്നു. ശ്രീരാമൻ എങ്ങനെയാണോ അയോധ്യയിലേക്ക് എത്തിയത് അതുപോലെ ആ ധർമ്മധ്വജം ഉയരുകയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അദ്ദേഹം ഇവിടെ വന്ന്, അതായത് 19-ാം തീയതി ഇവിടെ വരുന്നു പറഞ്ഞാൽ വന്നിരുന്നു, മാറ്റിവെച്ചൊന്നുമില്ലല്ലോ. അതുകൂടി ഇതിൻ്റെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഗവർണർ എന്തായാലും ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഈ തടസ്സങ്ങളുണ്ടാക്കാൻ പോയവർക്കെല്ലാം ഒരു രണ്ടാം പുനർവിചിന്തനം ആവശ്യമായിട്ട് വന്നു. അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നന്നായിട്ട് നടക്കട്ടെ 3-ാം തീയതി വരെ. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ മാതൃകയായിട്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർക്ക് വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അത് ഇപ്പോൾ 23-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ഇടയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ടി പി സെൻകുമാർ അദ്ദേഹം ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ കുംഭമേളയ്ക്ക് പിന്തുണയുമായിട്ട് ഇപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, തിരുനാവായ.